തിരുവനന്തപുരം കാട്ടാക്കട കിള്ളി ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ കിള്ളി ജംഗ്ഷനിൽ നമ്മുടെ നെയ്യാർ മെഡിസിറ്റിയിൽ തൊട്ടടുത്തായിട്ട്, അതായത് ഒരു മതിലപ്പുറത്ത് നെയ്യാർ മെഡിസിറ്റിയാണ്. ആ രീതിയിലാണ് ഈ കാണുന്ന 9 സെൻറ്റ് സ്ഥലം, അതിനകത്ത് കമേഴ്സ്യൽ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് അടക്കം വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. ട്രിവാൻഡ്രത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നെയ്യാർ മെഡിസിറ്റിക്ക് തൊട്ട് മുന്നായിട്ട് തന്നെ വലതുവശത്തായിട്ട് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. ഇതാ ഇവിടെ ഇപ്പം 4 കടമുറികൾ ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കഫേയും ഐസ് ബേയും പിന്നെ അല്ലാണ്ടൊരു റെസ്റ്റോറൻറ്റും പിന്നെ ഇതിൻ്റെ ഈ കഫേയുടെ തന്നെ ഒരു ഭാഗം മേളിലായിട്ട് ഇതിൻ്റെ മേളിൽ റൂഫ് ടോപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഒരു ഓഫീസ് കെട്ടിടം. ഈ രീതിയിലുള്ള കമേഴ്സ്യൽ സ്ഥാപനങ്ങളും തൊട്ട് താഴെയായിട്ട് നമുക്ക് സെല്ലാർ പോർഷനിലും പിൻവശത്തുമായിട്ട് റെസിഡൻഷ്യൽ പേർപ്പസിന് പറ്റുന്ന രീതിയിലുള്ള കെട്ടിടമായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ബാക്കി വിഷ്വൽസ് കാണാം. നമ്മുടെ മതിലിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് കാണുന്ന ആ കെട്ടിടം വന്നിട്ട് നമ്മുടെ നെയ്യാർ മെഡിസിറ്റിയാണ്. ഇത് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പങ്കജ കസ്തൂരി ഹോസ്പിറ്റലും അതിൻ്റെ കോളേജും സൗകര്യങ്ങളിലേക്ക് അങ്ങനെ പോകാൻ സാധിക്കും. ആ രീതിയിൽ നല്ലൊരു അടിപൊളി ലൊക്കേഷനിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. ബാക്കി വിഷ്വൽസൂടെ കണ്ടുവരാം. നമുക്ക് നിലവിൽ ഈ 4 കടമുറികളിലുമായിട്ട് ഇതുപോലെ 3 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് അവർ ഇടയ്ക്കും തുറക്കാണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ന് മെയ് ദിനമാണ്. നാളെ മുതൽ മോസ്റ്റ്ലി ഓപ്പൺ ആവുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, പിന്നെ ഐസ് ബേഡ് ഔട്ട്ലെറ്റ്, ഇവിടെ ഒരു കഫേ, ഈ രീതിയിൽ 4 കടമുറികളിലും നിലവിൽ വാടക ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാസം ഏകദേശം 50,000 രൂപയോളം നമുക്ക് വാടക ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ് കേട്ടോ. ഇത് പോയിട്ട് നമുക്ക് റെസിഡൻഷ്യൽ യൂണിറ്റ് വേറെ ഉണ്ട്. ഇത് താഴോട്ടാണ്. ഇതിൻ്റെ സൈഡിലൂടെ തന്നെ വണ്ടി ഇറങ്ങാവുന്ന രീതിയിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ ഗേറ്റ് തുറന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ പോർഷനിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിലവിൽ ഏതെങ്കിലും ഒരു ബിസിനസ് റൺ ചെയ്യണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴത്തെ നിലയിൽ താമസിച്ച് നമുക്കിതിനെ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതാ ഈ ഒരു പോർഷൻ ഇങ്ങനെ കയറിപ്പോയാൽ ഒരു എൽ ഷേപ്പിൽ ഒരു ഹാള്, കിച്ചൺ, ബെഡ്റൂം വരുന്ന രീതിയിൽ ഒരു റെസിഡൻഷ്യൽ യൂണിറ്റ് ഇവിടെ ഉണ്ട്. അല്ലാണ്ട് നമുക്കിതാ ഇങ്ങോട്ട് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീടിൻ്റെ പോർഷനാണ്. ടോട്ടലായിട്ട് നമുക്ക് കെട്ടിടം വന്നിട്ട് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിൻ്റെ മേളിലേക്ക് വരുന്നൊരു പോർഷനാണ്. നമുക്കിതാ ഇവിടെ എല്ലാം 3-4 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലവും കിട്ടും. നമുക്കിതുവഴി വണ്ടി ഇറക്കി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്പേസ് കിട്ടും. പിൻവശത്ത് കാണുന്നത് ഈ ഒരു കെട്ടിടം വന്നിട്ട് നെയ്യാർ മെഡിസിറ്റിയുടെ ഭാഗമാണ്. ഇപ്പോൾ വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല, ആൾക്കാർ താമസമുള്ളതുകൊണ്ടാണ്. എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കുക. നമ്മുടെ ഈ വീടിൻ്റെ പോർഷനിൽ വരുമ്പോഴത്തേക്കും 3 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള, അല്ലാണ്ട് ഒരു കോമൺ ബാത്റൂം ഉണ്ട്. പിന്നെ അല്ലാണ്ട് ഹാള്, കിച്ചൺ, സിറ്റ് ഔട്ട്, ആ രീതിയിലാണ് നമുക്ക് ലേ ഔട്ട് വരുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും നമുക്ക് പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. നമുക്ക് താഴെ നിന്ന് പില്ലർ അടിച്ചിട്ടാണ് ഈ ഒരു കെട്ടിടം ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഫ് ഇൻ കേസ് ഇതിന് മേളിലേക്ക് ഇനി കൂടുതലൊരു പോർഷൻ ചെയ്യണം, ആ രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്കിതിൽ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഈ ഹോസ്പിറ്റൽ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഒരു ലോഡ്ജ് പോലുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ മേളിലോട്ട് റൂംസ് ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ബേസിൽ വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. എന്തായാലും പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്.